പെരുമ്പാവൂർ വല്ലത്ത് നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുകയാണ് ഒരു മോഷ്ടാവ്. വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ചെമ്പ് കേബിളുകൾ മോഷ്ടാക്കൾ കവർന്നതോടെ പമ്പിംഗ് നിലച്ചതാണ് പ്രശ്നം. പെരുമ്പാവൂർ വല്ലം പമ്പ് ഹൗസിലാണ് മോഷണം നടന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് പമ്പ് ഹൗസ് പൂട്ടിപ്പോയ ഓപ്പറേറ്റർ തിങ്കളാഴ്ച തിരികെ എത്തുമ്പോഴാണ് മോഷണ വിവരമറിഞ്ഞത്. ഏകദേശം 36,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ചെമ്പ് കേബിളുകളാണ് നഷ്ടപ്പെട്ടത്. ഇത് മുറിച്ചെടുത്തു കൊണ്ടുപോയതിൻ്റെ ലക്ഷണങ്ങൾ പമ്പ് ഹൗസിൽ കാണാം. അടച്ചുപൂട്ടിയ പമ്പ് ഹൗസിൽ നിന്നും പെരിയാറിലേക്ക് ഇട്ടിരിക്കുന്ന വലിയ കുഴലുകൾ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ദ്വാരത്തിലൂടെയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഓപ്പറേറ്റർ അവധി കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ പമ്പ് ഹൗസിലെ ടൂൾ ബോക്സുകൾ വലിച്ചു വാരിയിട്ട അവസ്ഥയിലായിരുന്നു. മോട്ടോറുകളിലേക്കുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടതോടെ പുതിയ കേബിളുകൾ സ്ഥാപിച്ചാൽ മാത്രമേ ഇനി പമ്പിംഗ് പുനരാരംഭിക്കാനാവൂ. പമ്പ് ഹൗസിൽ മോഷണം നടത്തിയവരെ എത്രയും വേഗം പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വാർഡ് കൗൺസിലർ VP ബാബു ആവശ്യപ്പെട്ടു. പക്ഷെ പമ്പ് ഹൗസിൻ്റെ പൈപ്പിൻ്റെ ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൻ്റെ ഇടയിലൂടെയാണ് ഏത് കള്ളനായാലും ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ടുള്ളത്. ഈ വയറുകൾ മുറിച്ചുകൊണ്ടത് വഴി 36,000 രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് എഞ്ചിനീയർമാർ വിലയിരുത്തിയിട്ടുള്ളത്. പെരുമ്പാവൂരിൻ്റെ സമീപ പ്രദേശങ്ങളിലും സമാനമായ മോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ വയറിംഗ് സാമഗ്രികൾ മോഷണം പോകുന്ന സംഭവങ്ങൾ പെരുമ്പാവൂരിൽ പതിവാണ്. ഇത്തരം മോഷണ മുതലുകൾ വാങ്ങുവാൻ സ്ഥിരമായി ചില കച്ചവടക്കാർ ഉണ്ടെന്ന ആക്ഷേപവും ശക്തം. കൈരളി ന്യൂസ്, കൊച്ചി.